പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് തപ്പി നടക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. 1.5 കപ്പ് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയിലേക്ക് 1/2 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് ചുവന്നുള്ളിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. സാധാരണ നമ്മൾ ഓട്ടടക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. പിന്നെ മിക്സി ജാറിൽ തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ചുവറ്റി ഇതിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മാവ് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു പരന്ന കല്ലിലാണ് കേട്ടോ ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശക്കല്ലിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊരു ഗോൾഡൻ കളർ ആവണത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്ത് നമുക്കിതിനെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഏകദേശം നല്ല രീതിയിലൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു സൈഡും കൂടെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് ചൂടോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു പാനിൽ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാൻ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറി വേണം നിർബന്ധമൊന്നുമില്ല. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.